നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. ഇന്നലെ രണ്ട് പരിപാടി നടന്നു. ഒരേ പരിപാടിക്ക് രണ്ട് പ്രഖ്യാപനം ഉണ്ടായി. ഒന്ന് അസംബ്ലിയിൽ പ്രഖ്യാപിച്ചു, അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയിരിക്കുന്നു. ചൈനയാണ് ലോകത്ത് അങ്ങനെയുള്ള ഒരു രാജ്യം. അതിദാരിദ്ര്യരില്ലാത്തൊരു രാജ്യം ചൈനയാണ്. അമേരിക്കയിൽ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് രണ്ടാമതൊരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയി. അതിന് ചൈനീസ് അംബാസഡറുടെ ഒരു ചൈനയിലേക്ക് പിണറായിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ചൈനീസ് അംബാസഡറുടെ ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ വന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമൊക്കെ വന്നിട്ടുണ്ട്. വളരെ വലിയ കയ്യടിയാണ് പിണറായി വിജയന് ഇന്നലെ കിട്ടിയത്. പക്ഷേ ആ കയ്യടിയിലേതിൽ ഒരുപാട് കല്ലും പതിരും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി. പിണറായി വിജയൻ്റെ ജീവനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവൻ അതങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യൻ, വ്യക്തി, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവൻ എന്നൊക്കെ പറയുമ്പോൾ ജീവൻ്റെ ഒരു പുണ്യക്കുറവുണ്ട്. അത് വേറൊരു വിഷയമാണ്, നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ചെയ്യാം. അദ്ദേഹം എന്ത് ചെയ്താലും അതിലൊരു വിവാദം വരും. ഒന്നുകിൽ മൈക്കെങ്കിലും കയറി ഓഫാവും, എന്തിലും വിവാദം വരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തത് പൊളിറ്റിക്കൽ കരിയറിലുമില്ല, ബ്യൂറോക്രാറ്റിക് കരിയറിലുമില്ല. അത് ബ്യൂറോക്രസി മീൻസ് അത് അഡ്മിനിസ്ട്രേറ്റീവ് കരിയറിലുമില്ല, മുഖ്യമന്ത്രി ആയപ്പോഴുമില്ല. നമ്മൾ ഇതിൻ്റെ വരുംവരായികകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്നലത്തെ സംഭവിച്ചത് നോക്കുക. ഒന്ന്, UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നൊരു കൺസെപ്റ്റ് ഉള്ളത്. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് 10-30 വിഷയങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് വെച്ചുകൊണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം പോവർട്ടി ഇറാഡിക്കേഷനാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിന് ചില ഇൻഡെക്സുകളുണ്ട്. അവർക്ക് 3 നേരവും ഭക്ഷണം കിട്ടണം, പാർപ്പിടം കിട്ടണം, ആരോഗ്യ സംവിധാനം കിട്ടണം, തൊഴിൽ കിട്ടണം, ഒരു മിനിമം വരുമാനം കിട്ടണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നതാണ്. ഇത് 3-4 കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ദാരിദ്ര്യമുക്തരെന്ന് പറയാം എന്ന് പറഞ്ഞു. ഈ ദാരിദ്ര്യമുക്തരെന്ന് തീരുമാനിക്കുന്നത് വേൾഡ് ബാങ്കും പറയുന്നുണ്ട്. ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരെല്ലാം ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്, പോവർട്ടിയിലാണ്. അങ്ങനെ ദാരിദ്ര്യ രേഖയൊക്കെ ഉണ്ട്. ഓരോ രാജ്യത്തിനും ദാരിദ്ര്യ രേഖയുണ്ട്. രേഖ പൊക്കാനും താക്കാനും പറ്റുമെന്നൊരു കളിയാക്കലുമുണ്ട്. രേഖ എടുത്ത് മാറ്റിയാൽ പോലെ ദരിദ്രരെല്ലാം സമ്പന്നരായില്ല എന്നൊരു കളിയാക്കലുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ദരിദ്രരും സമ്പന്നരുമായിട്ടുള്ള വിഭാഗത്തിൽ ഇങ്ങനെ വരും. ഈ ദരിദ്രർ വന്ന് അതിൻ്റെ എണ്ണം കൂടി, രാജ്യത്തും ലോകത്തും കൂടി. അങ്ങനെ കൂടിയപ്പോഴാണ് ലോകം, UNDPയും അതുപോലെ വേൾഡ് ബാങ്കും ADB ഫണ്ടിങ് ഏജൻസികളാണ് കൂടുതൽ ഇതിനകത്ത് പറയുന്നത്. ഫണ്ടിങ് ഏജൻസികളും ഇൻ്റർനാഷണൽ ഏജൻസികളും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്ലാസ് തിരിക്കാം. ഒന്ന്, ദരിദ്രരുടെ ക്ലാസ് ഉണ്ട്, പിന്നെ അതിദരിദ്രർ, കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള പോവർട്ടി ഉള്ളവർ, കഷ്ടപ്പെടുന്നവർ, വളരെ കിടപ്പ് രോഗികൾ, സ്വന്തമായി ഒരു വസ്തുവില്ലാത്തവർ, വീടില്ലാത്തവർ, വരുമാനമില്ലാത്തവർ, പിന്നെ ഭിക്ഷക്കാരായിട്ടുള്ളവർ, അഗതികൾ, തെരുവിൽ കച്ചവടം ചെയ്യുന്നവർ, അങ്ങനെ വളരെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കൂടി അതിദരിദ്രരെന്ന് കാണിച്ചു. ഈ 2 വിഭാഗമാണ് നിലവിലുള്ളത്. നമ്മുടെ പിണറായി സാറിനെ പറ്റിപ്പോയ, മുഖ്യമന്ത്രിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം, അത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമല്ല. മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ കാലാകാലങ്ങളിലായി ഡോക്ടർ തോമസ് ഐസക്, ഞാനിനി പറയുന്നത് രാഷ്ട്രീയമാണേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ഡോക്ടർ തോമസ് ഐസക്, ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ RVG മേനോൻ, അങ്ങനെ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഈ കേരളത്തിൽ ഇടതുപക്ഷം വന്ന സമയത്തൊക്കെ അവരുടെ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ഈ ഡോക്യുമെൻറ്റുകൾ പലതും ഉണ്ടാകുന്നത് IRTCയിലാണ്. അതുപോലെ ഈ പറയുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കും. അപ്പോൾ അതിദരിദ്ര മുക്ത കേരളം എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്ടർ KP കണ്ണനെ വെച്ചുകൊണ്ട് ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, അങ്ങനെ തുടങ്ങി കുറേ ആളുകളെ വെച്ചൊരു കമ്മിറ്റിയൊക്കെ അങ്ങ് എടുത്ത് ആണ് സാധാരണയായി ഇടതുപക്ഷ മുന്നണി ചെയ്യേണ്ടതും. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇപ്രാവശ്യം പിണറായി വിജയൻ വന്നതിന് ശേഷം ഡോക്ടർ തോമസ് ഐസക്കിനെ ഒഴിവാക്കി, പ്രായം വെച്ചുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് പോയിട്ട് തോമസ് ഐസക്കിനോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. തോമസ് ഐസക്കിനോട് താല്പര്യം കാണിക്കുന്ന പരിഷത്തിൻ്റെ ഒരുപാട് ആളുകളെ കമ്മിറ്റിയിൽ വെച്ച്, അതിൽ പിന്നെ രക്ഷപ്പെട്ടത് ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള ചില ആളുകൾ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഐസക്കിൻ്റെ കൂടെ അല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്ന് ചില ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വേറെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ പല പേരുകളും എനിക്കറിയാൻ, ഞാൻ പറയുന്നില്ല. ചില ആളുകളെ എടുക്കാൻ പരിഷത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ തോമസ് ഐസക്കിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെയോ ഗവൺമെൻറ്റിലേക്ക് എടുത്തില്ല. പക്ഷേ അതേ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം, പിന്നെ തോമസ് ഐസക്ക് മിണ്ടാതെ നിന്ന് പഞ്ചപുച്ഛം അടക്കി നിൽക്കുമ്പോൾ നിന്ന് പിണറായി വിജയനെതിരെ ഒരു ഗോസിപ്പും പണിയും ഒന്നും ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ ഒരു ബോധ്യം വന്ന സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളത്തിൻ്റെ അഡ്വൈസറാക്കിയ പിന്നെ മിണ്ടിയില്ല. അത് പിന്നെ പിണറായി വിജയൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. എന്തായാലും തോമസ് ഐസക്കിൻ്റെ കൂടെ നിന്ന് ഈ കമ്മിറ്റി അംഗങ്ങൾ എടുത്തിട്ടില്ല. ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കൊതിക്കറിവ് കേരളത്തിലുണ്ട്. ഇവരെ കൂടെ അത് DPP വന്നപ്പോഴുമുണ്ട്. ഇതേ ആളുകൾ DPP വന്നപ്പോൾ ഇവരാരും എടുക്കാതെ DPP UDF കൊണ്ടുപോയപ്പോൾ ശക്തമായ എതിർപ്പായിരുന്നു. പക്ഷെ പിന്നെ LDF വന്ന് ഇവരൊക്കെ അകത്ത് കയറിയപ്പോൾ DPP കൊള്ളാം,
ഇത് എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ മറ്റേ അതുപോലെ തന്നെ നേരത്തെ ഇനി ശാസ്ത്രസാഹിത്യ പരിഷത്ത് പോലുള്ള ആളുകൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വേറെ കുറെ സോക്കാൾഡ് വിദ്യാഭ്യാസ വിജേഷണരുണ്ടായിരുന്നു. അവരെന്ന് ഞാൻ പേര് പറയുന്നില്ല, എല്ലാം മരിച്ചുപോയ ഒരു സീനിയർ ആളുകളാണ്. അവർക്ക് പരാതി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ കൊതിക്കറവ് പറയുമായിരുന്നു. ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പറയും ഇത് ശരിയല്ല, ടെക്നിക്കലി ശരിയല്ല, UNDP പറയുന്നത് പോലെ ശരിയല്ല, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര ഇൻഡെക്സ് ശരിയല്ല എന്ന് പറഞ്ഞ് വേണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അതേസമയം UNDPയുടെ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദഗ്ധനെയോ റിട്ടയർ ആയ ആളുകളെ ഇപ്പോൾ ചാനലിലൊക്കെ പലരും വന്നല്ലോ, അവരെ ആരെങ്കിലും കൂടെയൊക്കെ വെച്ച് ഞാൻ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് കേരളം ചെയ്തിരുന്നു, പിണറായി വിജയൻ ചെയ്തിരുന്നെങ്കിൽ സുഖം, ഒരു ശല്യമില്ലായിരുന്നു. പക്ഷെ അത് പിണറായി വിജയൻ ചെയ്തില്ല. ഈ അക്കാഡമിക് ലെവലിൽ നിൽക്കുന്ന ആളുകളെ പിണറായി വിജയൻ ഒഴിവാക്കി സമ്പൂർണ്ണമായി കൂടെ നിൽക്കുന്നവർ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ അനുപമ IAS, ശാരദാ മുരളീധരൻ IAS, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ മതി എന്ന് തീരുമാനിച്ച് അവരാണിത് കോയിൻ ചെയ്തത്. കോയിൻ ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയവർക്ക്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ദരിദ്ര വിഭാഗമൊന്നും അതിദരിദ്ര വിഭാഗമൊന്നും ഉള്ളതിൽ അതിൽ അതിദരിദ്ര വിഭാഗത്തെ എടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് കൊടുക്കുന്നത്, പിന്നെ അന്ത്യോദയ അന്ന യോജന കൊടുക്കുന്നത്. അത് 5,91,194 200 പേർ, 5,92,000 പേർക്കകത്തുണ്ട്. അവർക്കാണ് മഞ്ഞക്കാട് കൊടുത്ത് 35 കിലോ അരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് പദ്ധതികളുടെ ആനുകൂല്യം കിട്ടുന്ന അവർക്കാണ്. അവർ അങ്ങനെ അതിദരിദ്രരായി സംസ്ഥാനത്തുണ്ട്, രേഖകളിൽ അങ്ങനെയാണ് കേട്ടോ. അതാണ് മമ്മിക്കുട്ടി എന്ന് പറയുന്ന ഷൊർണൂറിലെ MLA നിയമസഭയിൽ ചോദിച്ചപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്, കേരളത്തിൽ മഞ്ഞക്കാർഡ് വാങ്ങുന്ന AAY അന്ത്യോദയ അന്ന യോജന കാർഡ് വാങ്ങുന്ന 5,91,194 സംതിങ് നമ്പർ ആളുകളുണ്ട്, അവർ അതിദരിദ്രരാണെന്ന് നിയമസഭയിൽ പറഞ്ഞതാരാ? നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതിദരിദ്രരായ 5,91,000 ആളുകളുള്ളപ്പോൾ 64,000 പേരെ മാത്രം വച്ചിട്ട് എങ്ങനെയാണ് അതിദരിദ്രരെ മാറ്റിയെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചേട്ടന്മാർ ചോദിക്കുന്നത്, സാങ്കേതിക വിദഗ്ധരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചോദിക്കുന്നത് കറക്റ്റാണ്. നിങ്ങൾ എങ്ങനെ അതിദരിദ്രരെ മാറ്റി? ഇനി AAYയുടെ കാർഡ് കേന്ദ്ര ഗവൺമെന്റ് പിടിക്കത്തില്ലേ? പണ്ട് സാക്ഷരത വന്നപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണമായിട്ടാകുന്നതിന് മുമ്പേ കരെയൊക്കെ പ്രഖ്യാപിച്ച് ആദിവാസികൾക്കും മത്സ്യത്തൊഴിലാളികളെയൊക്കെ മൊത്തമാക്കുന്നതിന് മുമ്പേ കരെ പ്രഖ്യാപിച്ച് അവസാനം തുടർ സാക്ഷരതയ്ക്കുള്ള പണമില്ലാതെ വന്ന് സാക്ഷരതാ പ്രേരകന്മാരും സാക്ഷരതാ ഓഫീസും പട്ടിണിയിൽ വരെ കിടന്ന് അവർ പട്ടിണി സമരം വരെ നടത്തി. കേന്ദ്രം പൈസ കൊടുക്കൂല, അത് UPA ഗവൺമെന്റ് ആയിട്ടും കൊടുക്കൂല. നമ്മുടെ ഗവൺമെന്റ് പോട്ടെ, നമ്മുടെ മീൻസ് കേരള ഗവൺമെന്റ് പോട്ടെ, കേരള ഗവൺമെന്റിന്റെ രീതി പോട്ടെ, പിന്നെ BJP ഗവൺമെന്റും പോട്ടെ, UPA ഗവൺമെന്റ് ആയിട്ടും കൊടുത്തില്ല. കാരണം കേന്ദ്രം അങ്ങനെയാണല്ലോ, കേന്ദ്രത്തെ സമയത്തിൽ UPA BJP എന്നുള്ള ഒരു സിസ്റ്റം അല്ലേ അവർ കൊടുക്കും. അതുപോലെ AAYയുടെ കാർഡ് ഉള്ളവർക്ക് ഇനി റേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ അവരെ മാറ്റിക്കളഞ്ഞതായി അവരെ ഉയർത്തിയതായിട്ട് കേന്ദ്രം കണക്കാക്കിയാൽ 5,91,000 പേർക്ക് പ്രശ്നം വരൂല എന്നാണ് അടുത്ത ചോദ്യം. അവിടെയാണ് കേരള ഗവൺമെന്റിന്റെ ആളുകൾക്ക് ഒരു അബദ്ധം പറ്റിയത്. ഡോക്ടർ തോമസ് ഐസക്കാദികളായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പേരുകളിലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ പകരം വന്നവർ ഇന്റലക്ച്വലായി കുറച്ചുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ നിലവിൽ 2 തരം കാർഡുണ്ട്, അല്ലെങ്കിൽ 2 തരം ആളുകളുണ്ട്, 3 തരം, സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, അതിദരിദ്രരുണ്ട്. അപ്പം ദാരിദ്ര്യത്തിൽ തന്നെ ദരിദ്രരും അതിദരിദ്രരും ഉള്ള സ്ഥിതിക്ക് ഒരു അതിതീവ്ര ദരിദ്രർ, എക്സ്ട്രീം ഇന്റൻസീവ് ദരിദ്രർ, പോവർട്ടി എന്നങ്ങനെ ഒരു പേര് കോയിൻ ചെയ്ത് ആണ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഗവൺമെന്റിന് കുറെ കൂടി കയ്യടി, നല്ല എല്ലാ ഭാഗത്തു നിന്നും കയ്യടി കിട്ടിയാനെ ഈ കത്തിൻ്റെ ഒന്നും വിവാദമൊന്നും വരത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ അബദ്ധം ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ചില 1-2 വിവാദങ്ങളുടെയൊക്കെ വന്നു. ഇന്നലെ 1.5 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചു, അതൊക്കെ സ്വാഭാവികമാണ്. വകമാറ്റി ചിലവഴിക്കലൊക്കെ ഇതിന് ഏതെങ്കിലും ഒരിടത്ത് നിന്നെടുത്തല്ലേ ഒരിടത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ സെക്രട്ടറിമാർക്കെല്ലാം കത്തയച്ചു. പഞ്ചായത്തിലെ പ്രവർത്തിക്കുന്ന അംഗനവാടി, ആശാ വർക്കേഴ്സ്, പിന്നെ അതുപോലെ തന്നെ സാക്ഷരതാ പ്രേരകന്മാർ, തൊഴിലുറപ്പുകാർ, ഹരിതസേനക്കാർ തുടങ്ങി ഓരോ വാർഡിൽ നിന്നും 10 പേരെങ്കിലും കണക്കാക്കി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 100 പേരെ കണക്കാക്കി, കോർപ്പറേഷൻ്റെ 100 വാർഡിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ എത്തിക്കണം, സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കണം എന്നുള്ളൊരു സർക്കുലറും ഇറക്കി എന്നൊരു പരാതി. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒരു ഗവൺമെൻറ് പരിപാടി വിജയിക്കുന്നതിന് റിസർവ് ആഡിയൻസിന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. 64,005 പേരെ, അത് 6 ആണോ 5 ആണോ അതൊക്കെ സാങ്കേതികത്വം, 64,000 പേർക്ക് കുറച്ചുകൂടി ജീവിത സാഹചര്യം കൊടുത്തു. വളരെ സന്തോഷം. പക്ഷെ അവർ തീവ്ര ദരിദ്രരായി കണക്കാക്കി അതിദരിദ്രർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ മോശപ്പെടുത്താത്ത രീതിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാം. ലാസ്റ്റ് ഒരു പോയിന്റ് പറയട്ടെ. ഇപ്പോഴും ഈ തീവ്ര ദരിദ്രം 64,000 പേർക്ക് വച്ചിരിക്കുന്ന പദ്ധതിയിൽ ഒരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. ആശങ്ക മറ്റൊന്നുമില്ല, അത് മാറ്റുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വാടക വീടുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ വാടക വീടുകളൊക്കെ എല്ലാ കാലവും വാടക കൊടുക്കുമോ? അവർക്ക് ദിവസവും ഭക്ഷണം എത്തിക്കുമെന്ന് പറയുന്നു. എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കുമോ? ഒരേപോലത്തെ ഭക്ഷണം എല്ലാ ദിവസവും എത്തിച്ചാൽ ഇവർ കഴിക്കുമോ? അതോ ഭക്ഷണത്തിലുള്ള പണം കൊടുക്കുമോ? വീട് വെച്ച് കൊടുക്കുമോ? വസ്തു കൊടുക്കും? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്.
ആ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും 64,000 പേരെ സഹായം ചെയ്തു കൊടുത്തതിന് ഗവൺമെൻറ്റിന് ഒരു വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നു. ബുദ്ധിജീവികളെ മാറ്റിയപ്പോൾ പകരം കുറച്ച് ബുദ്ധിജീവികളെ തന്നെ വയ്ക്കണമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ അവർക്ക് സമ്പൂർണ്ണമായ ഒരു ക്രെഡിറ്റ് കിട്ടാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡായിട്ട് കൂടി നമ്മൾ കാണണം.